വിവോയുടെ വിവോ S20 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേമും ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ S20 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ S20 Proയിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കോഡ് കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരും. ഫോണിൻ്റെ തിക്നെസ് വരിക 7.55 mm ആയിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9300+ എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഒന്നുമല്ല, എന്നാലും തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. മികച്ചൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. ഇത് സോണി IMX921 സെൻസർ ആയിരിക്കും. OSന്റെ സപ്പോർട്ട് ഇതിൽ വരും. പിന്നെ 50 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇത് കൂടാതെ 50 മെഗാ ഒരു പെരിസ്കോപ്പ് ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് സോണി IMX882 സെൻസർ ആയിരിക്കും. പിന്നെ ഫ്രണ്ടിലും 50 മെഗാ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. അതുമാത്രമല്ല പൊതുവെ വിവോയുടെ S സീരീസിൽ വരുന്ന ഫോണുകളിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസും കാണാറുണ്ട്. നല്ലൊരു ക്യാമറ പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5800 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ November 28 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യില്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇനി ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പേരിലായിരിക്കില്ല ലോഞ്ച് ചെയ്യുക. ഇപ്പം വിവോയുടെ S സീരീസിൽ വരുന്ന ഫോണുകൾ പൊതുവേ V സീരീസിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറ്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വിവോ V50 Pro എന്ന പേരിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ വില ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ S20 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.